ഏതായാലും മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ ആയി എന്നുള്ള അവസ്ഥയാണ് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ. ജനങ്ങൾ ഇത്രയും വലിയൊരു മാൻഡേറ്റ് നൽകി അവരെ കേരളം ഭരിക്കാൻ ഏൽപ്പിച്ചു. മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ തന്നെ വരണവും ജനങ്ങൾ ആഗ്രഹിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയായി, മന്ത്രിമാരെയൊക്കെ നിയോഗിച്ച് പ്രവർത്തനം തുടങ്ങി. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം പിന്നിടുമ്പോൾ കോൺഗ്രസ്സിൽ വീണ്ടും തർക്കങ്ങളും പഴയ കോൺഗ്രസ് തന്നെ മാറി. അവിടെ KPCCക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു പ്രസിഡന്റ് ഇല്ല, യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് ഇല്ല. അത് നമ്മളെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. കൂടാതെ കോൺഗ്രസ്സിലെ ഈ പടലപ്പിണക്കങ്ങൾ ഇപ്പോൾ മറനീക്കി പുറത്തു വരികയാണ്. ഏതാണ്ട് പലരും സോഷ്യൽ മീഡിയയിലൂടെ മാത്രമല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും ഇപ്പം വ്യംഗ്യമായി അഭിപ്രായ ഭിന്നതകൾ പുറത്തു വന്നു തുടങ്ങി. ഇന്നിപ്പോൾ നമ്മളിങ്ങോട്ട് ഈ വീഡിയോ എടുക്കുന്ന തൊട്ടും ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു ഫ്ലാഷ് കണ്ടു. ആരോഗ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രാജിവെച്ചു. രണ്ടുപേര് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഓഫീസിനുള്ളിൽ വലിയ പ്രശ്നങ്ങളാണെന്ന് പറയും. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി രാജിവെച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഓഫീസിനുള്ളിലെ വിഷയങ്ങളെ തുടർന്നാണ് എന്ന് പറയുന്നു. എല്ലായിടത്തും ഇതേ പ്രശ്നങ്ങൾ തന്നെ ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ വന്ന് ഒരു മധുവിധു കഴിഞ്ഞു. മധുവിധിന്റെ സമയം കഴിഞ്ഞു. ഒരു മാസം മധുവിധു നമുക്ക് അനുവദിക്കാം. ഒരു മാസം കഴിഞ്ഞു മധുവിധു കഴിഞ്ഞ് റിയൽ ലൈഫിലേക്ക് പ്രവേശിച്ചതോടെ അടുക്കളയിൽ തട്ടലും മുട്ടലും ചീറ്റലും അമ്മായിയമ്മ പോരും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ KC വേണുഗോപാൽ പതുക്കെ ഇടപെട്ടു തുടങ്ങി. കാരണം KCയുടെ കാര്യം നമുക്കറിയാമല്ലോ. സത്യത്തിൽ KCയുടെ സകല ഇമേജും ഇന്ത്യ മഹാരാജ്യത്ത് തകർന്നു പോയൊരു സംഭവമായിരുന്നു ഈ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം നടത്തിയ ശ്രമം. അതിനകത്ത് KCയെ പോലൊരു മുതിർന്ന നേതാവ് അതിനകത്തൊരു വലിയ പക്വതയില്ലായ്മ കാണിച്ചു എന്ന് തന്നെ നമ്മൾ പറയണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമായിരുന്നെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും MLA ആയിട്ട് മത്സരിച്ചാൽ മതിയായിരുന്നു. പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം യോഗ്യനാണ്. എല്ലാ അർത്ഥത്തിലും മത്സരിക്കണം ആയിരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പാടില്ലായിരുന്നു. ഇതിപ്പോൾ ഈ കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്ത് ഉത്തരത്തിൽ കാരണം ഇവരൊക്കെ മത്സരിച്ചെങ്കിലും ഈ VD സതീശൻ അല്ലാതെ വേറെ ഒരു കോൺഗ്രസ് നേതാവിനും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് യാതൊരു ശുഭാപ്തി വിശ്വാസവും ഉണ്ടായിരുന്നില്ല, ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ ഈ കക്ഷത്തിലേതും ഉത്തരത്തിലേതും അതുപോലെ അവിടെ വെച്ചോണ്ടിരുന്നത്. അദ്ദേഹത്തിന് വേറെ കാര്യം കൂടെ ചെയ്യാൻ അദ്ദേഹം രാജ്യസഭാ കാലാവധി പിന്നെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അതുവരെ പോകുമ്പോഴേ കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ എത്തിയാനെ. ഇതിപ്പോൾ ആ രാജ്യസഭാ സീറ്റ് ബാക്കിയുള്ള ടൈം BJPക്കും കിട്ടി. അതെ, അങ്ങനെ എന്താ പറയുന്നത്, ഒരു മണ്ടത്തരങ്ങൾ ഒരുപാട് കാണിച്ചതിന് ശേഷമാണ് ഈ KC വേണുഗോപാൽ ഇവിടെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചത്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ഒരാൾ വന്ന് മുഖ്യമന്ത്രിയാകാൻ പറ്റിയ ഒരു സാഹചര്യമോ ഒരു സന്ദർഭമോ അല്ലായിരുന്നു. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. 102 സീറ്റിൻ്റെ ഭൂരിപക്ഷം അതിന് നേതൃത്വം കൊടുത്ത സതീശൻ ഇവിടെ ഉള്ളപ്പോൾ ഇദ്ദേഹം ഓടി വന്ന് മുഖ്യമന്ത്രിയാകും. അതായത് നമ്മൾ ഈ കല്യാണത്തിനും അതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷനും ഒക്കെ നല്ല കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അലങ്കാരപ്പണി ചെയ്ത കേക്ക് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കൊരു ചെറിപ്പഴം വെക്കും. അപ്പോഴാണ് അതിൻ്റെ പരിപൂർണത വരുന്നത്. അപ്പോൾ അത്രയും കേക്ക് ഉണ്ടാക്കിയവൻ എന്നെ മാറ്റി നിർത്തിയിട്ട് ആ കേക്ക് ഉണ്ടാക്കിയ സ്ഥാപനത്തിൻ്റെ മുതലാളി വന്ന് ചെറിപ്പഴം ഉണ്ടാക്കി അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ച് കഴിയുമ്പോൾ എല്ലാവരും ആഹാ അദ്ദേഹം ആ കേക്ക് എന്തോ മനോഹരമായിട്ടുണ്ടായി എന്ന് പറഞ്ഞതുപോലെ ഈ ചെറിപ്പഴം എടുത്ത് വെക്കാനാണ് ഇവിടെ KC വേണുഗോപാൽ ശ്രമിച്ചത്. കാരണം കഷ്ടപ്പെട്ടതാരാണ്? VD സതീശനാണ്. ബാക്കി കഷ്ടപ്പെട്ടത് CPM-കാർ തന്നെ കേട്ടോ. ഈ VD സതീശൻ്റെ കഷ്ടപ്പാട് കഴിഞ്ഞാൽ പിന്നെ CPM-ന്റെ പിണറായി വിജയനാണ് കഷ്ടപ്പെട്ടത്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഈ KC വേണുഗോപാൽ വന്നിറങ്ങുന്നത്. പണ്ടത്തെ കാലമല്ല. സോഷ്യൽ മീഡിയ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകാൻ, തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് മാറും. തങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നൊരു സമയമാണ്. അങ്ങനെയുള്ളൊരു സമയത്താണ് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. ആരെങ്കിലും സമ്മതിക്കും? അപ്പോൾ ഇദ്ദേഹം എന്തായിരുന്നു ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഇതിന് ശ്രമിക്കാതെ മാറി നിൽക്കും. അതായിരുന്നു അദ്ദേഹം. അല്ലെങ്കിൽ ശ്രമിച്ചാൽ അതും കൊണ്ടേ പോകാമായിരുന്നു. അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനും വ്യക്തി ജീവിതത്തിനും വലിയ തിരിച്ചടി ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? അദ്ദേഹം ആവുന്നത് ശ്രമിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഉറ്റ തോഴൻ എന്നാണ് അറിയപ്പെടുന്നത്. രാഹുൽ ഗാന്ധിക്ക് പകരം ആരെന്ന് ചോദിച്ചാൽ ഇദ്ദേഹമാണെന്ന് വാർ റൂമുള്ള ആളാണ്, എല്ലാം ഉള്ള ആളാണ്. ഈസിയായിട്ട് അങ്ങേർക്ക് വന്ന് ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് അങ്ങ് സത്യപ്രതിജ്ഞ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ എന്താ പറ്റിയത്? എന്ത് പറ്റി? അയാൾ ഇപ്പോൾ എവിടെ കിടക്കുന്നു? VD സതീശൻ എവിടെ ഇരിക്കുന്നു? അത്രയും നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇവനെ ഞാൻ ഒരു കാരണവശാലും ഭരിക്കാൻ അനുവദിക്കില്ല എന്നൊരു, അതാണ് കഴിഞ്ഞ ദിവസം അദാനി വിഷയം വന്നപ്പോൾ കേരളം ഭരിക്കുന്ന BJP അല്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. എല്ലാവരും ഓർക്കണം. അപ്പം അത് ഭരിക്കുന്നവർ ഓർക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം. അത് അദ്ദേഹം പറഞ്ഞു വെച്ചതിനകത്ത് നമുക്ക് തെറ്റൊന്നുമില്ല, അത് നമ്മൾ പറയുന്നുമില്ല. പിന്നെ എന്താണ് ഇവിടെ ഇപ്പം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർട്ടാണ് അദാനിയുടെ. അവരുമായിട്ട് 40 വർഷത്തെ കരാറുമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഈ കരാർ അവസാനിപ്പിക്കാൻ പറ്റും.
അദാനിയെ ഇവിടുന്ന് ഓടിച്ചു വിടാൻ പറ്റുമോ? ഒന്നും പറ്റുകയില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് തുടർന്ന് പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ അദാനിയോട് പിണക്കമുണ്ടെന്ന് കരുതി കേരളത്തിലെ ജനങ്ങൾക്കില്ലല്ലോ. കേരളത്തിൻ്റെ വികസനത്തിന് അതൊരു പ്രശ്നമാവില്ല. അല്ലെങ്കിൽ കേരളത്തിന് വികസിപ്പിക്കാൻ വേണ്ടി വേറെ ആരും കൊണ്ടുവരണം. ഇത് ഒന്നും കൊണ്ടുവരേയില്ല. വന്ന ഒരാളിനെ ഓടിക്കാനുള്ള ശ്രമം. പിന്നല്ല, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്ന അമ്മയും മോൻ്റെയും മോനും ഒരു കമ്പനിയെ ഇഷ്ടമല്ല എന്ന് കരുതി ഒരു സംസ്ഥാനം മൊത്തം അവരുടെ തീരുമാനം അനുസരിച്ച്. അതാണ് ഇവിടെ പിണറായി വിജയൻ എന്താ സംഭവിച്ചത്? അയാൾക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുത്തു. അയാളായിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം അഭിരുചി തീരുമാനിക്കുന്ന ഒരാൾ. അതുകൊണ്ട് എന്ത് പറ്റി? മുഖ്യമന്ത്രി കുടുംബവും ഇപ്പൊ എന്ത് പറ്റി? താണ്ട വീട്ടിൽ ഇരുന്ന് ചൊറി കുത്തും. ഇതാണ് സംഭവിച്ചത്. ഇത് മനസ്സിലാക്കാതെ ഇപ്പൊ എന്താണ് പ്രശ്നം? അദാനി പ്രശ്നം, പിന്നെ ഇയാളെ നിയമിച്ച പ്രശ്നം, കശുവണ്ടി തോട്ടണ്ടി പ്രശ്നം, പിന്നെ ഇവിടുത്തെ മറ്റ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിഷയം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ആ വിഷയങ്ങളിലേക്ക് എന്താ പറയുന്നത്, ആ വിഷയങ്ങളിൽ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്താനുള്ള ഒരു നീക്കമാണ്. ഈ വി ഡി സതീശനെ കോർണർ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ വി ഡി സതീശൻ വളരെ അഭ്യാസിയാണ്. അദ്ദേഹം അതിൽ നിന്നൊക്കെ വളരെ തന്ത്രപൂർവ്വം വഴുതി മാറാൻ അദ്ദേഹത്തിന് അസാമാന്യ ഒരു കഴിവുണ്ട്. ഇവരെന്ത് ചെയ്താലും അതല്ലേ. പക്ഷേ ഈ ചില കാര്യങ്ങളിലെങ്കിലും, ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഈ PSC ഓഫീസിൻ്റെ വിഷയമാണെങ്കിലും, അതുപോലെ ഈ തോട്ടണ്ടി ഇറക്കുമതിൽ ചന്ദ്രശേഖരൻ്റെ അനുമതി കൊടുത്ത പ്രോസിക്യൂഷൻ അനുമതി കൊടുത്ത കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ അതിൽ അല്പം ഒരു അവധാനത സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അത് വി ഡി സതീശൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഇടതുപക്ഷക്കാരെയല്ല, അവർ അടവടലം പൊളിഞ്ഞ് താഴെ വീട് കിടക്കാൻ സ്വന്തം പാർട്ടിക്കാരെയാണ്. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ KC വേണുഗോപാൽ താല്പര്യമില്ലാത്ത ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈ വെള്ളാപ്പള്ളി നടേശന് കോളേജുകളിലേക്ക് 86 തസ്തിക അനുവദിച്ചതും മഹേശൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയ ഇതിലൊക്കെ ഒരു നടപടിയും ഇല്ലാതെ വരുന്നത് KCക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. പക്ഷേ ഇയാൾ വെള്ളാപ്പള്ളി എന്ത് ചെയ്തു? വട്ടം പിടിക്കുകയാണ്. എങ്ങനെയും അയാളെ പിടിച്ച് വട്ടം പിടിക്കുക. അത് ചെന്നിത്തലയാണ് ഇതിനകത്ത് യഥാർത്ഥ സൂത്രധാരൻ. ചെന്നിത്തലയാണ് വെള്ളാപ്പള്ളിയുടെ സ്വന്തമാണ്. സ്കൂളാണല്ലോ. അപ്പോൾ ആ വഴിക്കാണ് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത്. ഇപ്പം നമ്മൾ വിചാരിച്ചിരുന്നത് ഈ SNDP സംരക്ഷണ സമിതി പോലെയുള്ള വെള്ളാപ്പള്ളി വിരുദ്ധ ആൾക്കാർ അവർ വലിയ പ്രതീക്ഷയോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് അഡ്വക്കേറ്റ് ചന്ദ്രസേന, അതിൻ്റെ ചെയർമാൻ, അദ്ദേഹം ഇവിടെ വന്നിരുന്നത് ഇപ്പോൾ ഒട്ടനെ ഇത് നടപടിയെടുക്കും. സതീശനാണ് മുഖ്യമന്ത്രി. ഒന്നും സംഭവിച്ചില്ല, ഒരു ചുക്കം സംഭവിച്ചില്ല. ഒരു പുല്ലന്മാരും എന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ ആ പുല്ലന്മാരുടെ കൂട്ടത്തിൽ ഈ സതീശനും വരും. ഇല്ലേ? അതിനകത്ത് ഈ ചന്ദ്രസേനും വരും, ഈ പറഞ്ഞ സതീശനും വരും, ഇയാൾക്കെതിരെ ഇറങ്ങിയിട്ടുള്ള എല്ലാവരും വരും. സ്വന്തം സമുദായത്തിൽപ്പെട്ട ഈ സഭ, ഈ SNDP യോഗത്തിൽ അംഗങ്ങളും ഉൾപ്പെടും. എല്ലാവരും ഒറ്റ വാക്കിൽ അങ്ങ് വിശേഷിപ്പിക്കും. ഒരു പുല്ലന്മാരും എന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? ആഭ്യന്തരമന്ത്രി ഒരു പുല്ലൻ, കേരള മുഖ്യമന്ത്രി ഒരു പുല്ലൻ, എനിക്കെതിരെ ഇറങ്ങിയക്കന്മാർ മുഴുവൻ പുല്ലൻ. അതാണ് ഭാഷ. അതാണ് അതിൻ്റെ, അങ്ങനെയാണ് നമ്മളത് വായിക്കണം. അപ്പം അത്രയ്ക്ക് ആത്മവിശ്വാസം അയാൾക്ക് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ KCയുടെ അടുത്ത ഒരു നീക്കം ഈ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. വി ഡി സതീശന് കേരള സമൂഹത്തിൻ്റെ ഒരു പൾസ് മനസ്സിലാക്കണം. വി ഡി സതീശൻ കേരള സമൂഹവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പൾസ് മനസ്സിലാക്കണം. ഇവിടെ എന്തൊക്കെ പിന്നെ വി ഡി സതീശൻ്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ച വന്നിട്ടുണ്ട്. പക്ഷെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ജനത്തെ കൊണ്ട്, അല്ല കോൺഗ്രസ്സുകാരനെ കൊണ്ടോ കോൺഗ്രസ്സുകാരനെ അല്ലാത്ത ആളെ കൊണ്ടോ ഒന്ന് പറയിപ്പിക്കാമോ? ഇല്ല, പറയാൻ പറ്റത്തില്ല. കാരണം ഈ നാട് ഒന്നടങ്കം അയാളുടെ കൂടെ നിൽക്കുകയാണ്. ആ സമയത്ത് വീണ്ടും ഈ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ വന്ന് ഇയാൾക്കെതിരെ പടയൊരുക്കമായിട്ട് രംഗത്തോട്ടിറങ്ങിയാൽ അതിൻ്റെ പണി കൂടെ ഇവർക്കേ കിട്ടത്തുള്ളൂ. അല്ല, മാത്രമല്ല KPCക്ക് പ്രസിഡന്റ് പോലും ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. KPCക്ക് ഒരു പ്രസിഡന്റ് ഇല്ല. KPCCയും കോൺഗ്രസ് പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഏകോപനം കൃത്യം നടക്കണം. എന്ത് ഏകോപനം? ഇനിയിപ്പോൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. MP സ്ഥാനവും AICC ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ച് KC വേണുഗോപാൽ ഇവിടെ വന്ന് KPCC പ്രസിഡന്റ് ആകുക, എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് സതീശനെ നിയന്ത്രിക്കുക. അത് മാത്രമേ നടക്കത്തുള്ളൂ. അല്ലാതെ വേറെ അതൊരു മാർഗ്ഗമാണ്. അത് മാത്രമേ നടക്കൂ. അല്ലാതെ എന്താ നടക്കുക? പിന്നെ ശക്തനായ ഒരു പ്രസിഡന്റ് വരണം. സതീശനെ നിയന്ത്രിക്കാൻ തക്ക ശക്തനായിട്ട് വരാൻ പറ്റുന്ന ഒരു പ്രസിഡന്റ് നിലവിൽ KPCCക്ക് നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല. അല്ല, VM സുധീരൻ പറഞ്ഞു. അതെ, ഒരു തവണ അത് വരുമ്പോൾ ഇവർ തമ്മിൽ ക്ലാഷ് ആകും. ഇതേ ക്ലാഷ് ഉമ്മൻചാണ്ടിയും സുധീരനും തമ്മിൽ ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് 2016 ഭരണം നഷ്ടമായത്. അപ്പൊ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ കോൺഗ്രസിലെ തമ്മിലടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എന്തൊക്കെ വിഷയങ്ങളാണ് പൊങ്ങി വന്നിരിക്കുന്നത്? PSC അഴിമതി വന്നിട്ടുണ്ട്. PSC അഴിമതി, ഈ തോട്ടണ്ടി അഴിമതി, പിന്നെ ഈ അദാനി വിദേശ നിക്ഷേപം, അതല്ല. ഇതെല്ലാം ഭംഗിയായിട്ട് ഒരു സൈഡിൽ കൂടെ സതീശൻ ഡീൽ ചെയ്തുകൊണ്ട് വരികയാണ്. അതിനിടയ്ക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു പണിയും ചെയ്തു. നിങ്ങൾക്ക് സതീശനെ നിയന്ത്രിക്കാം, നിങ്ങൾക്ക് പിടിച്ചു കെട്ടാം. എങ്ങനെയാണ്? ശക്തനായ ഒരു KPCC പ്രസിഡന്റിനെ വയ്ക്കണം. അതിന് ജോസഫ് വാഴയ്ക്കലൊന്നും പോരാ. KC വേണുഗോപാൽ വരട്ടെ,
അല്ല, എന്നിട്ട് പാർട്ടി നേതൃത്വം നേരിട്ട് ഇടപെടണം. മുഖ്യമന്ത്രി വിളിച്ച് ചോദിക്കണം എന്താണ് സംഭവം. ഇപ്പോൾ CPM ഭരിച്ചിരുന്ന സമയത്ത് VS പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് മുഖ്യമന്ത്രി CPM വിളിച്ചു വരുത്തും. അതല്ലെങ്കിൽ വിശദീകരിക്കണം അവരുടെ. ഓരോ ഓപ്ഷനോട് ഉണ്ട്. പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള MP ആണ്. പ്രിയങ്ക ഗാന്ധി അങ്ങ് KPCC പ്രസിഡന്റ് ആക്കട്ടെ അല്ലേ? അത് നല്ലൊരു ഓപ്ഷനാണ്. എന്തായാലും സതീശനെ കയറി ചൊറിയാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചുകൊള്ളുക. സതീശൻ ശക്തനാണ്, അയാൾക്ക് ജനപിന്തുണയുണ്ട്. ഉള്ള പിന്തുണയോടെ KC വേണുഗോപാലിനും കൂട്ടർക്കും ഇവിടെയുള്ള KC വിഭാഗം മന്ത്രിമാർക്കും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ.